പാകിസ്ഥാനെതിരെ താലിബാന്റെ ഒരു വമ്പൻ നീക്കം അല്ലെങ്കിൽ ഒരു വമ്പൻ പ്രഖ്യാപനമാണ് ഇപ്പോൾ ലോക രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോക മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളും ഇത് വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റിയിട്ടുണ്ട്. താലിബാൻ പറഞ്ഞിരിക്കുന്നത്, താലിബാന്റെ ഡിഫൻസ് മിനിസ്റ്റർ, പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഇനായത്തുള്ള പറഞ്ഞിരിക്കുന്നത്, ഇനി മുതൽ ഖൈബർ പഖ്തൂൺഖ മേഖല, ആ മേഖല ഇത് ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾ അത് പിടിക്കാനായി പ്രതിജ്ഞാബദ്ധരായി കഴിഞ്ഞു, ഞങ്ങൾ ആ മേഖലയിലേക്ക് കടന്നു കയറാൻ പോവുകയാണ് എന്നാണ് പാകിസ്ഥാനോട് താലിബാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രവിശ്യയാണ് ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖല എന്ന് പറയുന്നത്. ഈ മേഖല ഞങ്ങൾ അടർത്തിയെടുക്കാൻ പോവുകയാണ് എന്നാണ് പാകിസ്ഥാനോട് താലിബാൻ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ ഇതിൽ ജാഗരൂകരായി ഇപ്പോൾ ഇരിക്കുകയാണ്. താലിബാന്റെ വെറും ഒരു വിരട്ടലല്ല ഇത് എന്ന് പാകിസ്ഥാന് കൃത്യമായിട്ട് അറിയാം. കാരണം ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയുമൊക്കെയായി 100ഓളം പട്ടാളക്കാരാണ് പാകിസ്ഥാനിൽ താലിബാന്റെ ആക്രമണത്തിൽ പിടഞ്ഞു വീണ് മരിച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും കാബൂളിൽ നിന്നുള്ള ടോളോ അടക്കമുള്ള പത്രവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു പുതിയ ഒരു ആഹ്വാനം കൂടെ വന്നിരിക്കുന്നത്. ഇനി ഈ ഖൈബർ പഖ്തൂൺ മേഖല എന്തുകൊണ്ടാണ് താലിബാൻ തങ്ങളുടെ ആ പ്രവിശ്യ തങ്ങളുടെ ഭാഗമാക്കാനായി ആഗ്രഹിക്കുന്നത്? ഇന്ത്യക്ക് ഇതുകൊണ്ട് എന്താണ് നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ നേട്ടം ഇന്ത്യക്ക് ഖൈബർ പഖ്തൂൺ മേഖല താലിബാന്റെ ഭാഗമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമായി കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ ഖൈബർ പഖ്തൂൺ മേഖല എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയാണ്. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ അനാലിസിസ് നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ ഈ ഖൈബർ പഖ്തൂൺ മേഖലയുടെ ഒരു വശം, അതായത് ബലൂചിസ്ഥാനാണ് ഖൈബർ പഖ്തൂൺ മേഖലയുടെ അതിർത്തി. ഖൈബർ പഖ്തൂൺ മേഖലയുടെ കിഴക്ക് വശം POK ആണ്, അതായത് പാക് അധീന കശ്മീരാണ്, അതായത് ആസാദ് കശ്മീർ എന്നൊക്കെ പറയുന്ന കശ്മീരാണ്. പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയാണ്. വടക്ക് കിഴക്ക് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനാണ്. ഇത്രയും ഒരു അതിർത്തി പ്രദേശങ്ങൾ ചേർന്നതാണ് ഈ ഖൈബർ പഖ്തൂൺ മേഖല എന്ന് പറയുന്നത്. ഖൈബർ പഖ്തൂൺ മേഖലയിൽ 18ഓളം ഗോത്രങ്ങൾ അവിടെ ഉണ്ട്. ഈ 18ഓളം ഗോത്രങ്ങളെല്ലാം തന്നെ താലിബാനുമായി വളരെയധികം അടുപ്പമുള്ള ഗോത്രങ്ങളാണ്. ഇവിടെയാണ് ടെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന താലിബാന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്. വസീറിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഇവിടെയാണ് ഉള്ളത്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ വലിയൊരു ഭീകരന്മാരെ തടയുന്നു എന്ന് പറഞ്ഞ് വലിയൊരു അറ്റാക്ക് നടത്തിയത്. ആ അറ്റാക്കിലാണ് ഈ ടെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാന്റെ ഒരു പ്രധാനപ്പെട്ട പാക് മേജറെ വധിച്ച ഒരു വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നത്. ഈ ഖൈബർ പഖ്തൂൺ മേഖല അതുകൊണ്ട് വളരെ കാലമായി ഒരു സംഘർഷബാധിത പ്രദേശമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയുള്ള ഗോത്രങ്ങളെല്ലാം പാകിസ്ഥാന്റെ ആർമിക്കെതിരെ സായുധ പോരാട്ടം നടത്തുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഒരു വലിയ ഭാഗം ബലൂചിസ്ഥാനും തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയും എല്ലാം സംഘർഷം, പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് പോകണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ സംഘർഷത്തിന്റെ വക്കിലാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന യഥാർത്ഥ പാകിസ്ഥാൻ, അവിടെയുള്ള ജനങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രദേശത്ത് മാത്രമാണ് ഇപ്പോൾ ചുരുങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കറാച്ചി, ലാഹോറൊക്കെ വരുന്ന ആ ഒരു ഭാഗത്ത് ഈ ഖൈബർ പഖ്തൂൺ മേഖലയിൽ നിരന്തരം സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെഹ്രീക്കെ താലിബാൻ, ജുണ്ടല്ല, ലഷ്കർ, ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾ എല്ലാം തന്നെ അവിടെ പാകിസ്ഥാന്റെ സൈന്യത്തിനെതിരെ സായുധ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സായുധ പോരാട്ടം നടത്തുന്ന ആ പ്രദേശം ഞങ്ങൾ പൂർണ്ണമായും എടുക്കാൻ പോവുകയാണ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇന്ത്യക്ക് എന്താണ് ഇതിൽ നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നേട്ടമുണ്ട്. ഈ ഖൈബർ പഖ്തൂൺ മേഖലയിലാണ് തന്ത്രപ്രധാനമായിട്ടുള്ള ഖൈബർ ഇടനാഴി ഉള്ളത്. ഈ ഖൈബർ ഇടനാഴി എന്ന് പറയുന്ന ഈ ഇടനാഴി അഫ്ഗാനിസ്ഥാനും മധ്യ ഏഷ്യയും തമ്മിൽ നമ്മുടെ രാജ്യത്തെ ബന്ധിപ്പിക്കാനായി സാധിക്കും. പക്ഷേ ഈ ഖൈബർ ഇടനാഴി, ഖൈബർ പഖ്തൂൺഖ്വ മേഖല താലിബാൻ പിടിച്ചു കഴിഞ്ഞാലും ഇന്ത്യക്ക് അവിടേക്ക് പ്രവേശിക്കാൻ അസാധ്യമായിരിക്കും. കാരണം ഇതിൻ്റെ നടുക്ക് പാക് അധീന കശ്മീർ കിടപ്പുണ്ട്. അതുകൊണ്ട് ആ പാക് അധീന കശ്മീർ ഇന്ത്യയുടെ കൈവശം വന്നു കഴിഞ്ഞാൽ, ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖല താലിബാന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് രണ്ടുണ്ട് ഗുണം. ഒന്നാമത്തെ കാര്യം, ഈ ഖൈബർ ഇടനാഴിയിലൂടെ ഇന്ത്യക്ക് വലിയൊരു ചരക്ക് ഗതാഗതം സാധ്യമാകും. അത് ഉടനെ തന്നെ ഒന്നും സാധ്യമാകാനുള്ള ഒരു നീക്കം കാണാനായി സാധിക്കില്ല. അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, വഖാൻ ഇടനാഴി എന്ന് പറഞ്ഞൊരു ഇടനാഴി ഉണ്ട്. ആ വഖാൻ ഇടനാഴി വഴി തജിക്കിസ്ഥാൻ വഴി നമുക്ക് ഇന്ത്യക്ക് റഷ്യയിലേക്കുള്ള ചരക്ക് നീക്കവും അതിഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളിടത്താണ് ഇന്ത്യക്ക് ഇതിലുള്ള വലിയ നേട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ പാകിസ്ഥാനകത്ത് നടക്കുന്ന ഈ അതിഭീകരമായിട്ടുള്ള ആഭ്യന്തര കലാപം
ഈ താലിബാൻ അടക്കമുള്ള ആൾക്കാർ പാകിസ്ഥാനകത്ത് കയറി നടത്തുന്ന പോരാട്ടം ഇത് വലിയ രീതിയിൽ സൂക്ഷ്മമായി തന്നെയാണ് ഇന്ത്യ നിരീക്ഷിക്കുന്നത്. അതിർത്തിയിലെല്ലാം ഇന്ത്യ സുരക്ഷ കൂട്ടിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. എന്ത് തന്നെയായിരുന്നാലും പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ മേഖല താലിബാൻ ഉന്നം വച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വീണ്ടും മുൻകാലങ്ങളിലെ പോലെ ഒരു വലിയ പോരാട്ടം തന്നെയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി കളമൊരുങ്ങുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.